ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മൾ സാമ്പാറോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ വെച്ച് കഴിഞ്ഞാൽ നമ്മളതെങ്ങനെയാണ് തൂമിക്കുക എന്ന് നാടൻ ഭാഷയിൽ പറയും. ഞങ്ങളിവിടെ വറവിടുക പറയും, ചില ആൾക്കാർ താളിക്കുക എന്ന് പറയും. അപ്പോൾ എന്തായാലും അതൊന്ന് ഇവിടെ ഞാൻ ചെയ്യുന്ന ഈ ജോലി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ ഗ്യാസിന് തീ കൊടുത്തു. എന്നിട്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കറി രാവിലെ വെച്ച് കഴിഞ്ഞ കറിയാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ബാക്കി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറവുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം ഒരു വറവിടാനുള്ളൊരു ചട്ടി അടുപ്പിലെടുത്ത് വെച്ചു. അതുപോലെ വെള്ളം കുറവാണെങ്കിൽ ജഗ്ഗിൽ തിളപ്പിച്ച വെള്ളം ബാക്കിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. കറിക്ക് വെള്ളത്തിൻ്റെ കുറവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം. രണ്ടാമത് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ ഉപ്പോ മുളകോ അതുപോലെ മസാലകളൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കുക. എല്ലാവരും നമ്മളല്ലാണ്ട് മറ്റുള്ളവരൊക്കെ കഴിക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത് പാകത്തിന്. ഇവിടെ നമുക്ക് പൊടിപ്പ് വരുന്നതൊരു ഡപ്പയാണ്, അപ്പോൾ അതിന് ആവശ്യത്തിന് കൊട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിന് തീ കൊടുത്ത് എന്നിട്ട് ഏകദേശം ചട്ടി ചൂടാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ചൂടായതിന് ശേഷം നമ്മൾ വറവിൽ ഇടാനുള്ള എല്ലാവിധ സാധനങ്ങളും എടുത്തൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ അത് എടുക്കുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളക് നമ്മൾ 2-3 പീസാക്കുക. വലിയ മുളകാണെങ്കിൽ 2-3 പീസാക്കുക, ചെറുതാണെങ്കിൽ 2 പീസാക്കുക. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പാക്കറ്റ് മുളക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുറച്ചെടുത്ത് അതിൻ്റെ മൂടി തന്നെ പൊട്ടിച്ചിട്ടാണ്, വേറെ പാത്രമൊന്നും എടുത്തില്ല. അതുപോലെ പിന്നെ അതിനാവശ്യമുള്ള കടുകിൻ്റെ പാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ചട്ടി ചൂടായിട്ട് വരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എന്തായാലും നമ്മൾ ജോലിക്ക് പോകണം, അതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ കറിവേപ്പില 1-2 തണ്ടെടുത്തിട്ട് അത് കഴുകി റെഡിയാക്കിയതിന് ശേഷം ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടത് കടുക്, അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത്, വേപ്പില, പിന്നെ സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ആ എണ്ണയിൽ കൂടെ കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ കറി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറിവേപ്പില കഴുകി റെഡിയായിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെയും കൂടി അറിവിലേക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും കുക്കിങ്ങായിട്ട് ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും അതുപോലെ കുക്കിംഗ് അറിയാത്തവർക്കും കൂടിയിട്ടുള്ളൊരു പാഠമാണ് ഇപ്പോൾ ഞാനീ പറയുന്നത്. എല്ലാവരും ഇതൊരു പാഠമാക്കുക. ചെറുപ്പം മുതൽ നമ്മൾ കുക്കിംഗ് ശീലിച്ച് നമ്മൾ വിദേശത്ത് നാട് വിട്ട് പോയാലും അതുപോലെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കേണ്ടി വന്നാലൊക്കെ നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇവിടെ ഡപ്പയിലാണ് വെളിച്ചെണ്ണ വരുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ സാമ്പാർ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച കാരണം കൊണ്ട് എന്തായാലും നമ്മളത് തിളക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താ പറയുക, ചൂടുവെള്ളം ഒഴിച്ചാലും നമ്മൾ ഒന്നും കൂടെ തിളപ്പിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അടുത്തതായിട്ട്
കടുക് ഇടുന്നു. കുറച്ച് കടുക് ഇട്ടു. ഇനി കടുകൊന്ന് പൊട്ടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി കുറവുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഉപ്പ് കുറഞ്ഞാലും കൂടിയാലൊക്കെ ഇതാണല്ലോ. അപ്പോൾ ഏകദേശം എല്ലാവരുടെ കണക്കിനനുസരിച്ചിട്ട് ഉപ്പിടണം. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ചട്ടിയിൽ ഇടുന്നുണ്ട് കടുകിട്ടതിന് ശേഷം. അതെന്താ അറിയോ, നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും മൂത്ത് വരുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കറിക്ക്. അപ്പോൾ മസാലകളൊക്കെ വറുത്തിട്ടാണ് ആദ്യം ഇട്ടിരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഒരു ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം സാമ്പാറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ലാസ്റ്റുള്ള ടേസ്റ്റ് നോക്കല് ഏകദേശമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വേപ്പില കഴുകിയത് ഇട്ടു, മുളക് ആദ്യം ഇട്ടിരുന്നു, വേപ്പില ഇട്ടു. അപ്പോൾ ഏകദേശം ഇപ്പോൾ തൂമിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം, സ്റ്റവ് ഓഫ് ചെയ്യാൻ ആരും മറക്കരുത്. ഓഫ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ലാസ്റ്റ് കുറച്ച് ചട്ടിയിൽ നിന്നെല്ലാം ഇതിൽ കൊട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് കറിയും കൂടെ എടുത്തിട്ട് നമ്മൾ ആ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബാക്കിയുള്ള എല്ലാം വൃത്തിയായിട്ട് അതിൽ തന്നെ ഒഴിക്കുക. അപ്പോൾ ഒന്നും നമ്മൾ പാഴാക്കി കളയരുത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പ് പോരാത്തതിന്, കുറവുള്ളതിന് അതും കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ബാക്കി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്താ പറയുക, ഇനി ഉച്ചക്ക് എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യുന്നത്. കുറച്ച് വെയിറ്റായാലും അതുപോലെ സമയം അധികമായാലും നമ്മൾ കഴിക്കുന്ന നല്ല രീതിയിൽ തന്നെ എല്ലാവരും കഴിക്കാനുള്ള രീതിയിൽ തന്നെ നമ്മൾ വെക്കുക. ഇപ്പോൾ സാമ്പാറിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ കറി എങ്ങനെ നമ്മൾ തൂമിക്കുക അല്ലെങ്കിൽ വറവിടുക, താളിക്കുക, ഈ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളെ അറിവിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ലൈവായിട്ട് കാണിച്ചു തന്നത്. ഏതായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ഇനി ജോലിക്ക് പോകേണ്ട സമയമായി. പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്റ്റവും കാര്യങ്ങളും, കിച്ചൺ ചെറുതാണെങ്കിലും സ്റ്റവ് ചെറുതാണെങ്കിലും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇനി ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കേണ്ടല്ല എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ ജോലി കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് നല്ല ഭംഗിയായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ജോലിക്ക് പോവാവും. ബാക്കിയുള്ളവർ വന്ന് കാണുമ്പോൾ അവർക്കും കൂടെ മനസ്സിന് സന്തോഷം വേണം. നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം പരിസരമൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടന്നാൽ തന്നെയാണ് നമുക്ക് അതേ രീതിയിൽ ജീവിക്കാനും കഴിയുള്ളൂ. അപ്പോൾ പ്രവാസ ലോകത്തുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൃത്തി. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടച്ചു വെക്കുക. കൂറ, എലി, ഇവ കാര്യങ്ങളൊക്കെ അധികം ഉള്ളതാണ് ഇവിടെ.